പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ നേതാവിൻ്റെ നിലപാടുകളെ സംബന്ധിച്ചും അദ്ദേഹം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പൊക്കെ സംബന്ധിച്ചും ഞാനൊരു 5-6 വർഷക്കാലമായി നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. എനിക്ക് ആ നിലപാടിൽ ഒരു മാറ്റവും എനിക്കുണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഞാൻ ഏറെക്കുറെ ഈ കാര്യത്തിൽ നിശബ്ദനായിരുന്നു. കാരണം CPM അധികാരത്തിൽ നിന്ന് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അതിനുശേഷം UDF ജയിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രി തർക്കം നടന്നുകൊണ്ടിരുന്ന സമയത്തും ഒക്കെ തന്നെ ഞാൻ വളരെ കൃത്യമായി ഒരു നിലപാടെടുത്തിരുന്നു. ആ നിലപാട് വി.ഡി. സതീശന് എതിരും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ കൃത്യമായി പൊതുമണ്ഡലവുമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, കൃത്രിമമായി കെട്ടിപ്പൊക്കിയ ഒരു വിഗ്രഹമാണ് വി.ഡി. സതീശനെന്നും കൃത്രിമമായി കെട്ടിപ്പൊക്കിയ വിഗ്രഹമാണെന്നുള്ളത് കൊണ്ട് അത് പൊടിഞ്ഞു വീഴാൻ അധികം സമയം എടുക്കില്ല എന്നും ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ തന്നെ എനിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ട്. നിലപാടുകളുടെ രാജകുമാരൻ, പരമ്പരാഗത ജാതി വോട്ട് ബാങ്കുകളെ കണ്ണുമടച്ച് എതിർക്കുന്ന നേതാവ്, അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന നേതാവ്, പരിസ്ഥിതിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന നേതാവ്, അങ്ങനെയുള്ളൊരു നേതാവിനെ സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വെച്ച് ഞാൻ നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു വിമർശനമാണ് എനിക്കെതിരെ ഉയർന്നത്. അപ്പോഴൊക്കെ തന്നെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഈ സതീശൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഈ സമവായം, ഈ കൺസെൻറ്റ്, അത് കൃത്രിമമാണെന്നും അത് മാനുഫാക്ചേർഡ് ആണെന്നുമായിരുന്നു എൻ്റെ നിലപാട്. നോം ചോംസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോക പ്രശസ്ത ആന്ത്രോപോളജിസ്റ്റ് എഴുതിയിട്ടുള്ള മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം എന്ന് പറഞ്ഞതുപോലെ സതീശനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആ കൺസെൻറ്റ്, ആ സമവായം മാനുഫാക്ചേർഡ് ആണെന്നും കൃത്രിമമാണെന്നും അത് നിലനിൽക്കില്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ടായി. കാരണം കൃത്രിമമല്ലാത്ത ഒരു സമവായം ഒരു നേതാവുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുത്തപ്പോൾ ആ നേതാവിനൊപ്പം നിന്ന ആളായിരുന്നു ഞാൻ. അതാണ് V.S. അച്യുതാനന്ദൻ. V.S. അച്യുതാനന്ദൻ ഒരു കൺസെൻറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷേ ആ കൺസെൻറ്റ് മാനുഫാക്ചർഡ് അല്ലായിരുന്നു, അത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു കൺസെൻറ്റ് ആയിരുന്നു. ഓർഗാനിക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കൺസെൻറ്റ് സമവായം മാത്രമേ നിലനിൽക്കൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായി. അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. കാരണം അച്യുതാനന്ദൻ നമ്മെ വിട്ടു പോയിട്ട് 1 കൊല്ലം ആകാൻ പോകുമ്പോഴും അദ്ദേഹത്തിന് അനുകൂലമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ കൺസെൻറ്റ്, ആ സമവായം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കായിട്ട് അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം അത് കൃത്രിമമായിരുന്നില്ല. എന്നാൽ സതീശൻ എന്ന രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആ സമവായം അത് കൃത്രിമമായിരുന്നുവെന്നും അത് മാനുഫാക്ചേർഡ് ആയിരുന്നുവെന്നും അത് നിലനിൽക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ ഒരുപാട് വിമർശനങ്ങളും പഴികളുമൊക്കെ കേട്ടു. പക്ഷേ അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഡെവലപ്പ് ചെയ്ത കൺസെൻറ്റ് മാനുഫാക്ചർ ആണെന്നും അത് പൊളിഞ്ഞു വീഴുകയാണെന്നും ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണത്തിലേക്ക് ഞാൻ വരാൻ പോകും. 500 കോടി രൂപയുടെ കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയാണെന്ന് 99% ജനവും നിയമവ്യവസ്ഥയും അന്വേഷണ ഏജൻസികളും നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കോടതികളുമൊക്കെ വിശ്വസിക്കുന്ന ഒരു പെരുങ്കള്ളനെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന R. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഉത്തരവ് കോടതിയുടെ അടിയേറ്റ് തിരുത്തിയതിന് ശേഷവും ആ തിരുത്തലിനെ കുറിച്ച് പറയുമ്പോഴും ഈ ചന്ദ്രശേഖരനെ, ഈ R. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങൾ പെരുങ്കള്ളനെന്ന് വിശ്വസിക്കുന്ന ഈ മനുഷ്യനെ ടു ദ ഹിൽറ്റ് ന്യായീകരിക്കുകയാണ് വി.ഡി. സതീശൻ. ആലോചിച്ച് നോക്കും. നിലപാടിൻ്റെ രാജകുമാരൻ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുക്കുന്ന സതീശൻ ഈ R. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പെരുങ്കള്ളനെന്ന് ഏതാണ്ട് മുഴുവൻ ജനങ്ങളും വിശ്വസിക്കുന്ന ചന്ദ്രശേഖരനെ അയാൾ വീണ്ടും ന്യായീകരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളതിൻ്റെ പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ കശുവണ്ടി ഇറക്കുമതി കേസിൽ അഴിമതി നടത്തിയെന്ന് 2020 CBI കണ്ടുപിടിക്കുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം അയാളെ വിചാരണ ചെയ്യാനായിട്ട് പിണറായി സർക്കാരിനോട് അനുവാദം ചോദിക്കുന്നു. പിണറായി സർക്കാർ അത് 3 പ്രാവശ്യം കൊടുക്കാതിരുന്നതിനെ തുടർന്ന് UDA സർക്കാർ അധികാരത്തിൽ വരുന്നു. UDA സർക്കാർ ആദ്യം അനുവാദം കൊടുക്കാതിരിക്കുന്നു. അവസാനം കോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കേട്ടിട്ട് വകുപ്പ് സെക്രട്ടറി കോടതിയലക്ഷ്യ നടപടി പോലും ഏൽക്കേണ്ടി വരും എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള കോടതിയുടെ നിലപാടുകളെ തുടർന്ന്
ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം സതീശൻ സർക്കാർ കൊടുക്കാൻ നിർബന്ധിതനാകുമായിരുന്നു. ആ നിർബന്ധിതനായതിനെ തുടർന്ന് കൊടുത്തിട്ടുള്ള ആ പ്രോസിക്യൂഷന് അനുവാദം നൽകുന്നു എന്നുള്ള ഉത്തരവ് കോടതിയോടുള്ള പച്ചയായ വെല്ലുവിളിയല്ലായിരുന്നു സുഹൃത്തുക്കളെ, പച്ചയായ വെല്ലുവിളിയല്ലായിരുന്നു. ആ ഉത്തരവിൽ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആ ഉത്തരവിൽ പറഞ്ഞത്, ദ ഗവൺമെന്റ് ഫൈൻഡ്സ് ദാറ്റ് ദ ഓർഡർ ഓഫ് ദ ഹൈക്കോർട്ട് caveating direction to the government to accord prosecution sanction have entered the dominion of prosecution authority. അതായത് പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകാനുള്ള സർക്കാരിൻ്റെ അവകാശത്തിലേക്ക് കോടതി കടന്നു കയറിയിരിക്കുകയാണെന്ന് പറയുന്നു. And whereas the orders of the Honorable High Court is caveating a direction to the government to abdicate their application of mind and follow the orders of the Honorable Court. അതായത് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉപയോഗിക്കാനുള്ള അവകാശത്തെ അബ്ഡിക്കേറ്റ് ചെയ്യുകയാണ്, നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. വിചാരണ കോടതിയുടെ പരിധിയിലേക്ക് കോടതി കടന്നു കയറി എന്ന് പറയുന്നു. അങ്ങനെ പ്രോസിക്യൂഷൻ അനുവാദം ചന്ദ്രശേഖരന് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഉത്തരവിൽ പോലും ഈ പ്രതിക്ക് അനുകൂലമായി ആദ്യാവസാനം പറഞ്ഞിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ള സതീശൻ സർക്കാർ, വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജുവാണ് ആ ഉത്തരവ് ഇറക്കിയത്. അത് 9/2000 അതായത് 2-ാം തീയതി കോടതിയിൽ സമർപ്പിക്കേണ്ട രാവിലെ 9:27 ഡിജിറ്റലി സൈൻ ചെയ്ത ഉത്തരവ് 10:05 AGയുടെ കിട്ടുമ്പോൾ AG തന്നെ ഞെട്ടിപ്പോകുന്നു. AG കോടതിയിൽ ഓടിച്ചെന്നിട്ട് പറയുന്നു, ഈ ഉത്തരവ് ഞങ്ങളിപ്പോൾ ഹാജരാക്കുന്നില്ല, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് തിരുത്തിയേ ഹാജരാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് ആ ഉത്തരവ് പിൻവലിക്കുന്നു. അല്ലെങ്കിൽ കോടതി ഇലക്ഷൻ നടപടിയും സെക്രട്ടറിയൊക്കെ ജയിലിൽ പോകുന്നൊക്കെ മനസ്സിലായതുകൊണ്ടാണ് അത് തിരുത്തുന്നത്. തിരുത്തി ആ ഉത്തരവ് പിന്നെയും കോടതിയിൽ കൊടുക്കുന്നു. ആ ഉത്തരവിലും ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ട് എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ, വീണ്ടും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരവ് ഇന്ന് കൊടുക്കുന്നു. അതിലും പ്രതിക്ക് അനുകൂലമായി വർത്തമാനം പറയും. എന്നിട്ട് അതിനെക്കുറിച്ച് ഇന്ന് പത്രലേഖകർ ചോദിച്ചപ്പോൾ ശ്രീമൻ VD സതീശൻ എന്താ ചെയ്തെന്നറിയാമോ? പച്ചപ്പരസ്യമായി ഇപ്പോഴും പ്രതിയെ ന്യായീകരിക്കുന്ന പച്ചയായ വാദങ്ങളാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത്. എത്ര ഗതികെട്ടൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അയാൾ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നൊന്ന് കേൾക്കുക. ഇനി ഒന്ന് കേട്ടിട്ട് നമുക്ക് അതിൻ്റെ കാര്യം പറയാം. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ, ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ട് കോടതിയിൽ കൊടുത്തില്ലല്ലോ, അല്ലല്ല കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതി. ഹൈക്കോടതിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കുക. പക്ഷേ ഇതിൻ്റെ അകത്ത് ഗൗരവതരമായൊരു നിയമപ്രശ്നവും കൂടിയുണ്ട്. കാരണം ഈ ആക്ട് അനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ, ഞാൻ ഈ കേസല്ല, ഈ കേസിൽ ഞങ്ങൾ തീരുമാനം എടുത്തു, പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുമതി കൊടുത്തു. പിണറായി സർക്കാർ അത് കൊടുത്തിട്ടുണ്ടായില്ല, ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനെന്തായിരുന്നു ബഹളം? ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് പോലും ഞങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ കൊടുത്ത ഉത്തരവിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ കോടതിയിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാനാ വിളിച്ചു പറഞ്ഞ കോടതിയിൽ കൊടുക്കണ്ടെന്ന്. പ്ലീസ് മിണ്ടായി, ഞാൻ സംസാരിച്ച് തീർക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ ഇത് കൊടുത്തു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ, പിന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്, അല്ലേ? ഗവൺമെൻറ്റിനാണ്. ഈ കേസിലല്ല, എല്ലാ കേസുകളിലും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ അത് ടേക്ക് ഓവർ ചെയ്യപ്പെടുന്നുണ്ടോ ജുഡീഷ്യറി എന്നുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങളത് വളരെ ഗൗരവമായിട്ടാണ് അതിനെ കാണുന്നത്. അതാണ്, അല്ലാതെ ഈ കേസിലല്ല പ്രശ്നം. ഈ കേസിൽ ഞങ്ങൾ ഈ കേസിൽ ഞങ്ങൾ എന്താ പറയുക, ദേർ ഈസ് എ പ്രൈമ ഫേസി കേസ്. കേട്ടല്ലോ, അദ്ദേഹം ക്ഷുഭിതനായി പറയുകയാണ്, ഞങ്ങൾ ആ ഉത്തരവ് കോടതിയിൽ കൊടുത്തില്ലല്ലോ, തെറ്റുണ്ടെന്ന് കണ്ടു, ഞങ്ങൾ തിരുത്തി എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു ഉത്തരവിറക്കി, ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കണ്ടു, ഞങ്ങൾ സ്വമേധയാ തിരുത്തി. പച്ച കള്ളമല്ലേ സുഹൃത്തുക്കളെ? ലജ്ജയില്ലാതെ കള്ളം പറയുകയല്ലേ? കോടതി മുഖത്തടി കൊടുത്തിട്ടല്ലേ, കോടതി മുഖത്തടി കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഈ ഉത്തരവ് അവിടെ ഹാജരാക്കാതിരുന്നത്? ഈ കോടതിയെ വെല്ലുവിളിക്കുന്ന ഉത്തരവ് ഹാജരാക്കിയിരുന്നെങ്കിൽ ഹാജരാകുന്ന ഉദ്യോഗസ്ഥൻ കോടതിയിൽ പോകും എന്നറിഞ്ഞുകൊണ്ടല്ലേ അത് അവിടെ അത് ഹാജരാക്കാതിരുന്നത്? എന്നിട്ട് പറയുകയാണ് തെറ്റുണ്ടെന്ന് ഞങ്ങൾ കണ്ടു, പരിശോധിച്ചു. ഇത് 9/27 ഇത് ഡിജിറ്റലി സൈൻ ചെയ്തു, 10:05 AGയുടെ കയ്യിൽ കിട്ടി. AG 11 മണിക്ക് കോടതിയിൽ ചെന്ന് ഇത് ഞങ്ങൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ ഈ പ്രതിയായിട്ടുള്ള R ചന്ദ്രശേഖരൻ്റെ കയ്യിൽ ഈ ഉത്തരവ് കിട്ടിയില്ലേ സുഹൃത്തുക്കളെ? ഈ കേസിലെ വാദിയായിട്ടുള്ള കടകംപള്ളി മനോജിന് കിട്ടുന്നതിന് മുമ്പ് പോലും അയാൾക്ക് കിട്ടിയില്ലേ? അയാളത് 11:30 മണിയായപ്പോൾ പത്രസമ്മേളനം നടത്തിയില്ലേ? അയാളത് പത്രലേഖകർക്ക് കൊടുത്തില്ലേ?
ഇതൊക്കെ എവിടുന്നാണ് കിട്ടിയത്? ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ലെങ്കിൽ എവിടുന്നാണ് ഇതൊക്കെ കിട്ടുക? അതെല്ലാം മറച്ചു വച്ചിട്ട് അയാൾ പറയുകയാണ്, മുഖ്യമന്ത്രി പറയുകയാണ്, അതിൽ തെറ്റുണ്ടെന്ന് കണ്ടു, ഞങ്ങൾ തിരുത്തി, ഞങ്ങൾ കോടതിയിൽ കൊടുത്തു. അതിലെന്താണ് കുഴപ്പമെന്നാ ചോദിച്ചത്? ഇതൊന്നും ആലോചിച്ച് നോക്ക്, എത്ര ലജ്ജയില്ലാതെ ആണ് ഇയാൾ സംസാരിക്കുന്നതെന്ന്. ഇയാൾ നിലപാടുകളുടെ രാജകുമാരനാണോ അതോ ഇരട്ടച്ചാപ്പിൻ്റെ രാജകുമാരനാണോ? എന്നിട്ടും അദ്ദേഹം പറയുകയാണ്, അതായത് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്ത് തിരുത്തി ഉത്തരവിറക്കിയിട്ടും അദ്ദേഹം പറയുകയാണ് ഗൗരവമായ നിയമപ്രശ്നമുണ്ട് എന്ന് പിന്നെ അയാൾ പറയുകയാണ്. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള സർക്കാരിൻ്റെ അവകാശം, അത് സർക്കാരിൻ്റെ അവകാശമല്ല. അത് ഈ കേസിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മറ്റു കേസുകളിലും എല്ലാ കേസുകളിലും പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള സർക്കാരിൻ്റെ അവകാശത്തിന് ഒരു കടന്നുകയറ്റമല്ലേ എന്നുള്ള നിലയിൽ വീണ്ടും അയാൾ പറയുകയാണ്, പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കാ? അത് ഗവൺമെൻറ്റിനാണ്. മുഖ്യമന്ത്രി പറയുകയാണ്, ഗവൺമെൻറ്റിൻ്റെ അധികാരം ജുഡീഷ്യറി ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്, അത് നമ്മൾ പരിശോധിക്കണ്ടേ എന്ന്. പ്രോസിക്യൂഷൻ സാങ്ഷന് അനുകൂലമായി ഉത്തരവ് കൊടുത്തിട്ട് പോലും പ്രതിക്ക് അനുകൂലമായി ഇറക്കിയ ഉത്തരവിലുണ്ടായിരുന്ന ന്യായം 500 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആർ ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ന്യായം വീണ്ടും വീണ്ടും പറയുകയാണ് ഈ കേരളത്തിലെ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. ഞാൻ ചോദിക്കുന്നത്, ലജ്ജയില്ലേ ഈ മുഖ്യമന്ത്രിക്ക്? ചോദിക്കാൻ വിഷമമുണ്ട്. കാരണം എന്താ, എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ കൂടെ സമരം ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു സർക്കാരാണിത്. ആ സർക്കാരിൻ്റെ ഒരു മുഖ്യമന്ത്രി തന്നെ ആ സർക്കാർ വന്ന് 2 മാസത്തിനുള്ളിൽ പച്ചയായ അഴിമതി കാണിച്ചു എന്ന് ആരോപണം ഉയർന്നിട്ടുള്ള ഒരു മനുഷ്യനെ ന്യായീകരിക്കാൻ വേണ്ടി നിലത്ത് കിടന്ന് ഉരുളുകയാണ് സുഹൃത്തുക്കളെ സതീശൻ. എത്ര ഭീകരമാണ് അവസ്ഥ എന്നാലോചിച്ച് നോക്ക്. ആദ്യം കൊടുത്ത ഉത്തരവിൽ പറഞ്ഞിരുന്നു എന്താ, പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അവകാശാധികാരത്തിന് മേൽ കോടതി കടന്നു കയറുകയാണ് എന്ന് പറഞ്ഞു. ആ കാര്യം പിന്നീട് കൊടുത്ത ഉത്തരവിൽ നിന്ന് എടുത്തു കളഞ്ഞു. അത് 8-ാം തീയതി കോടതിയിൽ കൊടുത്ത ഉത്തരവിൽ ആ വാചകം ഇല്ല. എന്നിട്ട് പോലും സർക്കാരിൽ കൊടുത്ത ഉത്തരവിൽ ഇല്ലാതിരുന്നിട്ട് പോലും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിക്ക് അനുകൂലമായി പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള തങ്ങളുടെ അവകാശത്തിന് മേൽ കോടതി കടന്നു കയറുകയാണ് എന്ന ഏറ്റവും തെറ്റായിട്ടുള്ള വാദം ഈ മുഖ്യമന്ത്രി ഇപ്പോഴും ഉന്നയിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? 500 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞിട്ട് ആരോപണം വിധേയനായിട്ടുള്ള, വിചാരണ നേരിടണമെന്ന് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിക്ക് വേണ്ടി ഈ നിലപാടുകളുടെ രാജകുമാരനായിട്ടുള്ള വി.ഡി. സതീശൻ വാചാലനാവുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞാൽ ഖേദമുണ്ട്, മനോവ്യഥയുണ്ട് എന്നാണ് പറയാനുള്ളത്. എന്നെപ്പോലുള്ളതും ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ പറഞ്ഞ പോലെ രാവും പകലും ജോലി ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയെ ആ ഗവൺമെൻറ് വന്ന് 2 മാസം കഴിയുമ്പോൾ ഇതുപോലെ ക്രൂരമായി വിമർശിക്കേണ്ടി വരുന്നതിൽ, രൂക്ഷമായി വിമർശിക്കേണ്ടി വരുന്നതിൽ മനോവ്യഥയുണ്ട്. പക്ഷേ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമെടുത്തിട്ടുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമദയനീയം പത്തറ്റിക്കായിരുന്നു ഇന്ന് വി.ഡി. സതീശൻ വീണ്ടും ഈ അഴിമതിക്കാരനായിട്ടുള്ള ആർ ചന്ദ്രശേഖരനെ ന്യായീകരിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.